ഹലോ ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ കേരള സ്റ്റേറ്റ് ഹയർ സെക്കൻഡറി +1 റിവാലുവേഷൻ റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത്, റിസൾട്ട് എങ്ങനെയാണ് നോക്കുന്നത് എന്ന് നോക്കാം. ആദ്യമേ തന്നെ ഗൂഗിൾ ഓപ്പൺ ചെയ്തു. അതിൽ +1 റിവാലുവേഷൻ റിസൾട്ട്സ് എന്ന് ടൈപ്പ് ചെയ്യാം. (2024) എന്നുള്ളതാണ് നമുക്കതിൽ വേണ്ടത്. ഓക്കെ, ഇതിൽ HSS live.in എന്നുള്ള പേജ് ഓപ്പൺ ചെയ്യുകയാണ്. റിവാലുവേഷൻ റിസൾട്ട് ഓഫ് ഹയർ സെക്കൻഡറി എക്സാംസ് എന്ന് കാണും. എന്നിട്ട് ആ പേജ് ഓപ്പൺ ചെയ്തു. അതിൽ താഴേക്ക് വരണം. അവിടെ DHSC റിസൾട്ട് ലിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ +1 റിവാലുവേഷൻ റിസൾട്ട് മാർച്ച് 2024 എന്നുള്ളതിൽ +1 റിസൾട്ട് മാർച്ച് 2024 റിവാലുവേഷൻ സ്ക്രൂട്ടിനി റിസൾട്ട് എന്നുണ്ട്. സോ അത് ഓപ്പൺ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊരു ഡോക്യുമെൻ്റ് ഓപ്പൺ ആയിട്ട് വരും. ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ട്. അതിൻ്റെ താഴെയായിട്ട് ഒരു ഫയൽ ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ 2041 പേജസ് ഉള്ള ഒരു ഡോക്യുമെൻ്റാണ്. ഇതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, രജിസ്റ്റർ നമ്പറാണ് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കൊടുത്തേക്കുന്നത്. രജിസ്റ്റർ നമ്പർ കൊടുക്കുക, സെർച്ച് ചെയ്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ സെർച്ച് ചെയ്യുക. അടുത്ത സബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ട്, ചേഞ്ച് ഓർ നോ ചേഞ്ച് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മാർക്ക് കൂടിയോ ഇല്ലയോ എന്നുള്ളത് അറിയാനായിട്ടാണിത്. അപ്പോൾ നിങ്ങൾ സൈഡിലായിട്ട് കുട്ടിയുടെ രജിസ്റ്റർ നമ്പർ ഇവിടെ സെർച്ചിൽ കൊടുത്താൽ മതി. എന്നിട്ട് സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഞാനിവിടെ 2400 എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, എന്നിട്ട് നമ്മുടെ നമ്പർ എത്രയാണെന്ന് ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കുക. എന്നിട്ട് സെർച്ചിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് വരും. അപ്പം നിങ്ങൾക്കത് നോക്കാവുന്നതാണ്. ചേഞ്ച് ഉണ്ടോ നോ ചേഞ്ച് ആണോ എന്ന് നോക്കാം. കണ്ടോ, ഇവിടെ ചേഞ്ച് ഓർ നോ ചേഞ്ച് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ചേഞ്ച് ആയിട്ടുള്ള കുട്ടികളുടെ മാർക്സ് കൊടുത്തേക്കുന്നത് വേറൊരു ലിങ്കിലാണ്. അപ്പോൾ ഇത് നമ്മൾ ബാക്ക് സൈഡിൽ ക്ലിക്ക് ചെയ്യണം. അതായത് ഓക്കെ, ഇനി അതിൻ്റെ തൊട്ട് താഴെ നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്ത ലിങ്കിൻ്റെ തൊട്ട് താഴെയുള്ളത് +1 റിവാലുവേഷൻ ഓർ സ്ക്രൂട്ടിനി റിസൾട്ട് മാർച്ച് 2024 ചേഞ്ച്ഡ് റിവാലുവേഷൻ റിസൾട്ട് വിത്ത് മാർക്ക് എന്നുണ്ട്. അതിൽ നോക്കിയാൽ പഴയ മാർക്കും പുതിയ മാർക്കും നമുക്ക് കാണാം. ആദ്യം കണ്ട പോലെ തന്നെ ഒരു വലിയൊരു ലിസ്റ്റാണ് എല്ലാ കുട്ടികളുടെ ഇതിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ രജിസ്റ്റർ നമ്പർ അടിച്ചു കൊടുത്താലാണ് കയറാൻ പറ്റുള്ളൂ. ഈ ഒരു ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ മാർക്ക് തന്നിട്ടുണ്ട്, അത് കഴിഞ്ഞ് പുതിയ മാർക്സ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. കണ്ടോ, ഇതിൽ വലിയൊരു ലിസ്റ്റാണ്. 927 പേജസ് ഉണ്ട്. ഇതിൽ നിങ്ങളുടെ സബ്ജക്റ്റും പേരും രജിസ്റ്റർ നമ്പറും പഴയ മാർക്സും റിവാലുവേഷന് ശേഷം തന്ന മാർക്സൊക്കെ ഉണ്ട്. അപ്പോൾ മുകളിൽ സെർച്ച് എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. റിസൾട്ടിലേക്ക് നിങ്ങളുടെ റിസൾട്ട് ഉള്ളത് ഒന്ന് ടൈം എടുത്തിട്ടേ ലോഡ് ആവുള്ളൂ. അപ്പോൾ എന്നിട്ട് മാർക്ക് ചെയ്ത് കാണിക്കും. ഓക്കെ, അപ്പോൾ അതിലേക്ക് ഡയറക്റ്റ് ചെല്ലാൻ പറ്റും. നിങ്ങളുടെ ഡയറക്റ്റ് ഇങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകണം. എളുപ്പത്തിന് സെർച്ച് ചെയ്താൽ മതി. എനിക്കിപ്പോൾ പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കൂൾ കോഡ് അറിയാമെങ്കിൽ സ്കൂൾ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ആ സ്കൂളിലുള്ള എല്ലാ കുട്ടികളുടെയും ചേഞ്ച് ആയ മാർക്സ് കിട്ടും. ഇങ്ങനെയാണ് നോക്കേണ്ടത്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയാണ് അടുത്തൊരു ലിങ്കും കൂടി ഉണ്ട്. 10% കൂടുതൽ മാർക്സ് കൂടിയിരിക്കുന്നവരുടെ ലിസ്റ്റ്. അപ്പോൾ പിന്നെ ഞാൻ ബാക്കിൽ ക്ലിക്ക് ചെയ്യുവാണ്. ലിസ്റ്റ് ഓഫ് സ്റ്റുഡൻസ് ഹു സെക്യൂർഡ് 10% ഓർ എബവ് സ്കോർസ് ഇൻ റിവാലുവേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു. തേർഡ് നോട്ടിഫിക്കേഷൻ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് 138 പേജസ് ഉള്ള ഒരു ലിസ്റ്റാണ്. അതിൽ ഈ പറഞ്ഞ പോലെ സ്കൂൾ കോഡ്, സ്കൂൾ നെയിം, രജിസ്റ്റർ നമ്പർ, കാൻഡിഡേറ്റിൻ്റെ പേര്, സബ്ജക്റ്റ് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഉള്ളത്. നിങ്ങൾക്ക് വേണ്ടത് ഇതിൽ ഏത് ലിങ്കാന്ന് വെച്ചാൽ ഓപ്പൺ ചെയ്ത് നോക്കാം. നിങ്ങളിത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് ഐഡിയ കിട്ടുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.